നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 ബ്രസീലിനെതിരെ കളിക്കാൻ ഒരുങ്ങുകയാണല്ലോ ജപ്പാൻ. ഏഷ്യൻ ടീമായ ജപ്പാന് തിങ്കളാഴ്ച, അതായത് ജൂൺ 29 രാത്രി ഇന്ത്യൻ സമയം 10:30 ബ്രസീലിനെതിരെ വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ കളിക്കാൻ ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും ലോകത്തെ മുൻനിര ടീമുകളിലൊന്നാണ് ബ്രസീൽ. അവരോട് എങ്ങനെ കളിക്കും ജപ്പാൻ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസത്തിലെ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലിയിൽ ജപ്പാൻ ബ്രസീലിനെ തോൽപ്പിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷെ അത് ഫ്രണ്ട്ലി മത്സരം, ഇത് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 32, കാര്യങ്ങളൊട്ടും എളുപ്പമായില്ല. പക്ഷെ ജപ്പാൻ്റെ താരങ്ങളും അവരുടെ കോച്ചും ഉറപ്പിച്ചു പറയുന്നു, വി ക്യാൻ ബീറ്റ് ബ്രസീൽ, ഞങ്ങൾക്ക് ബ്രസീലിനെ തോൽപ്പിക്കാനാകും, വി ക്യാൻ വിൻ, ഞങ്ങൾ ജയിക്കും എന്നവർ പറയുന്നു. നമുക്ക് അവരുടെ മുന്നേറ്റ താരം ഡെയ്സൺ മയേദ പറഞ്ഞ വാക്കുകൾ. തീർച്ചയായിട്ടും ബ്രസീലിനെതിരെയുള്ള മത്സരം ബുദ്ധിമുട്ടേറിയ ഒരു കളിയായിരിക്കും. ഞങ്ങളുടെ ഫുട്ബോൾ കളിക്കും, ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, അതിനിപ്പോൾ ബ്രസീലാണെങ്കിലും ഞങ്ങൾ ജയിച്ചിരിക്കും. യൂട്ടോ നഗറ്റോമോ, അവരുടെ വിങ്ങറായി കളിക്കുന്ന താരം, അദ്ദേഹം പറയുന്ന വാക്ക്, നെയ്മർ വേൾഡ് ക്ലാസ് പ്ലെയറാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ തടയാൻ വേണ്ടി ഒരുപാട് ശ്രദ്ധയൊക്കെ ചെലുത്തേണ്ടി വരും. അദ്ദേഹത്തെ മാത്രമല്ല, എൻ്റെ ബ്രസീലിയൻ ടീമിനെ തടയാനും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. ബ്രസീൽ വളരെ സ്ട്രോങ് ആണ്, എല്ലായ്പ്പോഴും അവരങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ഞങ്ങളും നല്ല ടീമാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന്. ഇനി ഹാജിമെ മൊഴിയാസു, അവരുടെ കോച്ചാണ്, അദ്ദേഹം പറയുന്നു ബ്രസീലിനെതിരെ കളിക്കുക എന്നുള്ളത് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും അവർ മികച്ച ടീമാണ്, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന്. അതിനുവേണ്ടി, വിജയത്തിന് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഞങ്ങൾക്ക് ബ്രസീലിനെതിരെ നേരത്തെ ഒരു ഫ്രണ്ട്ലി മത്സരം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ജയിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും ഞങ്ങളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ബ്രസീലിനെതിരെ നന്നായി കളിക്കാൻ ഞങ്ങൾ കേപ്പബിളാണ്. ഞങ്ങൾ വിജയം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു. ഇതാണിപ്പോൾ മൊറിയാസു പറയുന്നത്. അതായത് ബ്രസീലിനെ ഞങ്ങൾ ഫ്രണ്ട്ലി മത്സരത്തിൽ തോൽപ്പിച്ചതല്ലേ, അത് ഞങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഒരു ആവേശം പകരുന്നുണ്ട്, മോട്ടിവേഷൻ പകരുന്നുണ്ട്. ബ്രസീലിനെ ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റും എന്ന് തന്നെ കോച്ചും താരങ്ങളും ഒക്കെ പറയുന്നു. എന്ത് സംഭവിക്കും തിങ്കളാഴ്ച കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.